ഇന്നപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോണത് ഹത്തയാണ്. അപ്പോൾ ഒമാൻ ബോർഡർ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹത്ത ഡാമുണ്ട്, അതിൽ കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഈവനിങ് ആയി ഇറങ്ങിയത്. ഈ ഒരു ഹത്ത ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. പോണ വഴിയുടെ ഇതേപോലെ നല്ല മലകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. ഹത്ത കയാക്കിംഗ് ലക്ഷ്യമായിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ഇനി അവിടെ എത്തിക്കഴിയുമ്പോൾ നോക്കിയപ്പോൾ ക്ലോസ്ഡ് അല്ല. അപ്പോൾ അതേ ഡാം എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് എത്തണം കേട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ മുൻപ് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഞാനും ചേട്ടനും അച്ഛനൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ഇതേപോലെ ഈവനിങ് വന്ന് അന്ന് അങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്തു പോയി. അപ്പോൾ അത് ഇവിടെ എത്തി ഇതൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വന്നേക്കുന്നതാണ് കേട്ടോ, അത് ഈ കാണുന്ന പാർക്കൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചിങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നടന്നിട്ട് വേണം ഇനി ടോപ്പിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വർഷമായിട്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ വന്നപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു ടൈം ഉണ്ട്. 11 മണി കഴിഞ്ഞാൽ പിന്നെ മുകളിൽ കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ടോപ്പിൽ ആ ഒരു ഡാമിലെത്തണം. അന്ന് വന്നപ്പോൾ ടോപ്പിലേക്ക് ഒരു ബസ്സിലാണ് പോയെന്നൊരു ഓർമ്മയുണ്ടായില്ല കേട്ടോ. ഇനിയിപ്പോൾ നടന്ന് മുകളിലേക്ക് എത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോകുമ്പോഴാണ് ബസ് കണ്ടത്. അപ്പോൾ പിന്നെ ബസ്സിൽ തന്നെ നമുക്ക് ടോപ്പിലേക്ക് പോകാം കേട്ടോ, വെച്ചാൽ നടക്കുന്നു വേണ്ട. അങ്ങനെ ദേ ബസ് വന്ന് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഷട്ടിൽ ബസ്സാണ് കേട്ടോ. അപ്പോൾ അധികം ആളുകളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി ഇരുന്ന് അപ്പോൾ ദേ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്, ആ ഒരു ഡാം എത്തിയിട്ടോ. അപ്പോൾ ദേ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇനി കയാക്കിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ജാക്കറ്റ് ഇടണമല്ലോ, ജാക്കറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഉണ്ണി ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. ടിക്കറ്റ് അപ്പോൾ 3 പേർക്കുള്ള ഒരു ബോട്ടും പിന്നെ ഒരു കയാക്കിങ്, അത് സിംഗിളായിട്ട് ഒരാൾ പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് പോകാനായിട്ട് നല്ല പേടിയാണ് കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഞാൻ ചെയ്യുന്ന അറിയില്ല, പേടിച്ചിട്ട്. അപ്പോൾ പിന്നെ ചേച്ചീനെ വിട്ടു കേട്ടോ കയാക്കിങ്ങിന്. അപ്പോൾ ഞങ്ങൾ 4 പേരും, ഉണ്ണിയും ഞാനും ചേട്ടനും മമ്മിയും കൂടിയിട്ട് ഒരു ബോട്ടിലാട്ടോ പോകുന്നതെന്ന് വെച്ചാൽ 2 പേരിങ്ങനെ ചവിട്ടണം. ആ സംഭവമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇവിടെ എനിക്ക് പോകാൻ ധൈര്യമില്ലെങ്കിലും ചേച്ചീനെ ഞാൻ ധൈര്യം സംഭരിച്ച് വിട്ടു. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിൽ കയറിയിരുന്നു. ഇതിപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചവിട്ടുണ്ട്. ഈ ബോട്ടിൽ ഇപ്പോൾ ഞാനും ചേട്ടനും ഫ്രണ്ടിൽ, അമ്മയും ഉണ്ണിയും ബാക്കിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ കയാക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചു കാണാണ്ടായി ഇപ്പോൾ ചേച്ചി കയറിയിട്ടുണ്ടാവില്ല, ബാക്കിൽ എവിടെയെങ്കിലും നിൽക്കാന്ന് കേട്ടോ വിചാരിച്ച് പേടിച്ചിട്ട്. പിന്നെ നോക്കിയപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ ആ അറ്റത്തൊക്കെ പോയി വന്നു കേട്ടോ, റൗണ്ട് അടിച്ചതേ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇതേപോലെ ഇങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ നല്ല പേടിയാണ് കേട്ടോ. അപ്പോൾ അടുത്തോടെ സ്പീഡ് ബോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ ബോട്ട് നന്നായിട്ട് ഇങ്ങനെ അനങ്ങുമ്പോൾ അതന്നെ പേടിയാവാണ്. പിന്നെ ഞങ്ങൾ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 1 അവറും ചേച്ചിയുടെ ആ ഒരു കയാക്കിംഗ് അത് അൺലിമിറ്റഡ് ആണ്, അവർക്ക് എത്ര സമയം വേണമെങ്കിലും അങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.